ബ്രസ്റ്റിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആകെ ലിഗമെന്റ്സ് മാത്രമാണുള്ളത്. പിന്നെ മറ്റുള്ള പോർഷനുകളിലുള്ള ലിഗമെന്റ്സിന്റെ ടിയർ സംഭവിക്കുകയോ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോഴത്തേക്ക് ബ്രസ്റ്റിന്റെ ഷേപ്പും നഷ്ടപ്പെടും. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർ വെൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. നമ്മൾ ബ്രാ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് സൈസിലും സപ്പോർട്ടിലും ഉള്ള ബ്രാ വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളുടെ ലുക്കും കോൺഫിഡൻസും പോസ്റ്ററും ഒക്കെ കറക്റ്റ് ആവും. അങ്ങനെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ ബ്രസ്റ്റ് സാഗ് ആവും, ബാക്ക് പെയിൻ വരും, ഷോൾഡർ പെയിൻ വരും, നെക്ക് പെയിൻ വരും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ വളരെ കുറഞ്ഞു പോകും. ഇപ്പോൾ നല്ല വില കൂടിയ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഉപയോഗിക്കുക, എന്നാൽ നമുക്ക് ചേരുന്ന അളവിലുള്ള, അതായത് നമ്മളുടെ സൈസിന് ചേരുന്ന ഫിറ്റ് ആയിട്ടുള്ള അല്ല, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത ബ്രായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗി അവിടെ നഷ്ടപ്പെടും. അതായത് അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് സൈസിലും കറക്റ്റ് ഫിറ്റിലും അതായത് സപ്പോർട്ടും ഉള്ള ബ്രാ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് നമ്മളുടെ ബ്രസ്റ്റിന്റെ അനാട്ടമി, അതായത് ബ്രസ്റ്റിന്റെ ഘടനയാണ്. ഇപ്പോൾ ബ്രസ്റ്റിന്റെ ഘടന എന്ന് പറയുമ്പോഴത്തേക്കും ബ്രസ്റ്റിനുള്ളിൽ മെയിനായിട്ട് സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് ലിഗമെന്റ്സും പിന്നെ അതിന്റെ ഗ്യാപ്പുകളിൽ ഫാറ്റുമാണ് ഉള്ളത്. എന്നാൽ നമുക്ക് ഈ ബോഡിക്ക് ഷേപ്പ് നൽകുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്കെൽറ്റൽ സിസ്റ്റം ആണല്ലോ, അതായത് ബോൺസ്, എല്ലുകൾ. ഈ കാണുന്ന കയ്യ്, വിരല്, മുഖം, എല്ലാത്തിനും ഈ കാണുന്ന ഒരു രൂപം നൽകുന്നത്, അതിന്റെ ബേസ് ആയിട്ട് വരുന്നത് എല്ലുകളാണ്. എല്ലുകളെ സപ്പോർട്ട് ചെയ്ത് ലിഗമെന്റ്സ് ഉണ്ട്, അതിനെ ചുറ്റി ഫ്ലഷ് ഉണ്ട്, ഏറ്റവും പുറമേ നമ്മൾ കാണുന്ന ഈ സ്കിന്നുണ്ട്. എന്നാൽ അതായത് ഇപ്പോൾ ഈ വിരലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വിരൽ ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നതിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് എല്ലാണ്. എല്ലില്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ നിൽക്കില്ല. ഫ്ലഷ് മാത്രമാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നിൽക്കില്ല. എന്നാൽ ബ്രസ്റ്റിന്റെ കേസിൽ ഈ പറയുന്ന എല്ലുകളില്ല, അതായത് ബ്രസ്റ്റിനുള്ളിൽ എല്ലുകൾ, ബോൺസ് ഇല്ല. പകരം ബ്രസ്റ്റിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആകെ ലിഗമെന്റ്സ് മാത്രമാണുള്ളത്. ഈ ലിഗമെന്റ്സ് എന്ന് പറയുന്നത് എല്ലുകൾ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടോ അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് സാഗ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് സാഗ് ആവുന്നതെന്നും ബ്രസ്റ്റിന്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നതെന്നും നോക്കാം. ഇപ്പോൾ ഈ ഈ ലിഗമെന്റ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ പ്രഷർ പല പല കാരണങ്ങൾ കൊണ്ടാവും. അങ്ങനെ പ്രഷർ വരുമ്പോഴത്തേക്കും ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവുകയും ചില കേസിൽ ലിഗമെന്റ്സ് ബ്രേക്ക്, അതായത് ടിയർ സംഭവിക്കുക വരെ ചെയ്യും. ഇങ്ങനെയുള്ള കേസിൽ ചെസ്റ്റ് വാളിനോട് ചേർന്നുള്ള ലിഗമെന്റ്സിന് സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് ആ ഒരു ബ്രസ്റ്റ് സാഗ് ആയിപ്പോയി, അതായത് താഴേക്ക് തൂങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രസ്റ്റിന്റെ മറ്റുള്ള പോർഷനുകളിലുള്ള ലിഗമെന്റ്സിന്റെ ടിയർ സംഭവിക്കുകയോ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോഴത്തേക്ക് ബ്രസ്റ്റിന്റെ ഷേപ്പും നഷ്ടപ്പെടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധിക്കാത്ത ചില ആൾക്കാരുണ്ട്. അതായത് ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ലേഡീസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ചെസ്റ്റ് പോർഷനിൽ ഫാറ്റ് തീരെ കുറവാണ്. ആ ഒരു പോർഷനിൽ അവർക്ക് മസിൽസ് ആണ് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രാ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അല്ലാതെ നോർമൽ ബ്രാ ഉപയോഗിക്കണമെന്നോ അതിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. എന്ന് വെച്ചാൽ അവർ എക്സസൈസ് ചെയ്ത് ആ ഒരു ചെസ്റ്റ് പോർഷൻ മസിൽ ആക്കി ഫോം ചെയ്തേക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എക്സസൈസ് ചെയ്ത് പ്രോപ്പർ ചെസ്റ്റിന് ഉള്ള എക്സസൈസ് ചെയ്ത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സാഗ്നെസ് കുറയ്ക്കാനും ഷേപ്പ് റീഗെയിൻ ചെയ്യാനും പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാഗ്നെസ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. അത് സാഗ്നെസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ കഷ്ടപ്പെട്ട് ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനേക്കാൾ നല്ല പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. ഇനി നമുക്ക് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്രസ്റ്റ് സാഗ് ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് സാഗ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാഗ് ആവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സൈസിലുള്ളതും സപ്പോർട്ട് ഇല്ലാത്തതുമായിട്ടുള്ള ബ്രാ ഒരാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ബ്രസ്റ്റ് സാഗ് ആവും. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പം 36D എന്ന് എടുക്കും. 36D വേണ്ട ഒരാൾ അവരുടെ ആ ഒരു കപ്പ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 40 ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ അവരുടെ ആ ഒരു കപ്പ് സൈസ് കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുണ്ട്, പക്ഷേ ബാൻഡ് ലൂസാണ്. ആ ഒരു കേസിൽ അവർക്ക് വേണ്ട സപ്പോർട്ട്, ബ്രസ്റ്റിന് വേണ്ട ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത്, ഒരു താഴേന്ന് ഒരു സപ്പോർട്ട് അവിടെ വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ ബ്രസ്റ്റ് സാഗ് ആവും. ഇപ്പോൾ വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒത്തിരി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ,
അങ്ങനെയുള്ള മെറ്റീരിയലിന് വലിയ സപ്പോർട്ടൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം സപ്പോർട്ട് വേണ്ട ബ്രസ്റ്റ് ഉള്ള ഒരാൾ ഇങ്ങനെയുള്ള തിന്നായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെയും അവർക്ക് വേണ്ട പ്രോപ്പർ സപ്പോർട്ട് കിട്ടാതെ ബ്രസ്റ്റ് സാഗ് ആവും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും ഓരോ ടൈപ്പിലുള്ള ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ബ്രസ്റ്റിൽ വരുന്നത്. ഇപ്പം ലോ ഇമ്പാക്റ്റ് ഉള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇപ്പോൾ യോഗ ഒക്കെ പോലെ. അപ്പോൾ മീഡിയം ഇമ്പാക്റ്റ് ഉണ്ട്, ഹൈ ഇമ്പാക്റ്റ് ഉണ്ട്. ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ഹൈ ഇമ്പാക്റ്റ് ആണ്. അവരുടെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ബ്രസ്റ്റിന്റെ ബൗൺസിങ് ലെവൽ കൂടുന്നതനുസരിച്ച് അങ്ങനെയുള്ള കേസിൽ ഈ 3 രീതിയിലുള്ള സ്പോർട്സ് ബ്രാകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹെവി ഇമ്പാക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബ്രാ ഉപയോഗിച്ചിട്ടാണ് ആ ഹെവി വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ട പ്രോപ്പർ സപ്പോർട്ട് അവിടെ വരുന്നില്ല. അങ്ങനെയുള്ള കേസിലും ബ്രസ്റ്റ് സാഗ് ആവും. അതായത് ഓരോ ആക്ടിവിറ്റീസിന് ചേരുന്ന രീതിയിലുള്ള ഇന്നർവെയർ ധരിച്ചുകൊണ്ടായിരിക്കും ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇപ്പോൾ കളിക്കുന്ന ബാഡ്മിൻ്റൺ പോലുള്ള കളി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ബ്രസ്റ്റിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രാ ഉപയോഗിച്ചില്ലെങ്കിലും ബ്രസ്റ്റ് സാഗ് ആവും. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വണ്ണം വെച്ച് ഇപ്പോൾ നമ്മളുടെ ടോട്ടൽ ഇപ്പം നമ്മളുടെ വെയിറ്റ് കൂടുക എന്ന് വെച്ചു, ഇപ്പം നമ്മളുടെ ആ ഒരു വെയിറ്റ് കൂടുന്നതിന് പ്രൊപ്പോർഷനായിട്ട് നമ്മളുടെ ബ്രസ്റ്റിലും ഫാറ്റ് അടിഞ്ഞു കൂടും. അപ്പോൾ ആ ഒരു ഫാറ്റ് ബ്രസ്റ്റിൽ അടിഞ്ഞു കൂടുമ്പം ബ്രസ്റ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ലിഗമെന്റ്സ് എന്ന് പറഞ്ഞു, ആ ലിഗമെന്റ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ പ്രഷർ അവിടെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസിലും നമ്മളുടെ ചെസ്റ്റ് വോളിൽ നിന്ന് ലിഗമെന്റ്സിന് സ്ട്രെച്ചായി സാഗ് ആവാനും ബാക്കി ലിഗമെന്റ്സ് സ്ട്രെച്ചായിട്ട് ആ ഒരു ബ്രസ്റ്റിന്റെ ഷേപ്പ് നഷ്ടപ്പെടാനും ഇടയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ലിഗമെന്റ്സിന്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടും. അപ്പം നമുക്ക് ആ ഒരു ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കത്തില്ല ലിഗമെന്റ്സിന് നമ്മളുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കേസിലും സാഗ് ആവും. നമ്മൾ ആദ്യമായിട്ട് ബ്രാ മേടിച്ചപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടല്ല മേടിച്ചത്. നമ്മുടെ അമ്മമാർ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു മുതിർന്ന ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ബ്രാ മേടിച്ചു. ഏതെങ്കിലും ഒരു ബ്രാ മേടിക്കണം, നമ്മളുടെ സൈസിനുള്ളത് മേടിക്കണം, അങ്ങനെ ജസ്റ്റ് അറിയത്തുള്ളൂ, നമ്മൾ മേടിച്ചു. അല്ലാതെ ആദ്യമായിട്ട് മേടിച്ചപ്പോൾ തൊട്ട് ഇപ്പം വരെ നമ്മളങ്ങനെ ഈ ഇന്നർവെയർ മേടിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലില്ല പ്രോപ്പർ സപ്പോർട്ടുള്ള ഇട്ടില്ലെങ്കിൽ സാഗി ആയി പോകും, അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മൾ ബ്രാ മേടിക്കണം, ആ ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ ബ്രാ മേടിക്കാറ്. അല്ലാതെ ഇപ്പോൾ ഇന്നർവെയർ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ഇന്ന പ്രോബ്ലം വരും, അങ്ങനെയുള്ള പ്രോബ്ലംസിനെ പറ്റി ഒന്നും നമ്മൾ അവെയർ ആയിരുന്നില്ല. അതായത് നമ്മൾ ഔട്ടർ വെയർ മേടിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും ഇന്നർ വെയർ മേടിക്കുന്ന കാര്യത്തിൽ അത്രയും ശ്രദ്ധ നമ്മൾ കൊടുക്കാറില്ല. അകത്തിടുന്ന ഐറ്റം അല്ലേ, അതിനിപ്പോൾ ഇതിന് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ആ ഒരു രീതിയിലാണ് പൊതുവെ എല്ലാവരും പോകുന്നത്. കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെപ്പറ്റി അവെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രായൊക്കെ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ചുകൂടെ അവെയർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പ്രോപ്പർ സൈസിലുള്ളതും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രാ ഉപയോഗിച്ചിട്ട് നമ്മൾ ഔട്ടർ വെയർ ആയിട്ട് ഇടുന്നത് വളരെ കുറഞ്ഞ വലിയ കൂടിയതൊന്നും അല്ലാത്തൊരു ഔട്ടർ വെയർ ആണെങ്കിൽ പോലും ഇന്നർ വെയർ പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഔട്ടർ വെയർ നമുക്ക് നല്ല ഫിറ്റായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള സൈസ്, അതായത് നമ്മളുടെ കറക്റ്റ് ബ്രായുടെ സൈസും കപ്പ് സൈസും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൈസിനെ പറ്റി ഇപ്പോഴും കൺഫ്യൂഷനുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സൈസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ബ്രാ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ കണ്ടിരിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബ്രാ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ, മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ, ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ, ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ പർപ്പസിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്